ഹായ്, ഇന്നത്തേത് രണ്ട് വീടുകളുടെ നിർമ്മാണ ചെലവുകൾ തമ്മിൽ കമ്പയർ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. കഴിഞ്ഞ ആഴ്ചകളിലായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള രണ്ട് വീടുകൾ. ഒരെണ്ണം 1060 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന വീട്, അതോടൊപ്പം തന്നെ 1200 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന ഒരു വീട്. ഈ രണ്ട് വീടുകളുടെ നിർമ്മാണ ചെലവ് എത്ര വരും, അതിന്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ്. ഞാൻ ഹനീഫിന്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തൃശ്ശൂർ, എറണാകുളം ജില്ലകളിൽ ഞങ്ങൾക്ക് ഓഫീസുകളുണ്ട്. നിങ്ങൾക്ക് വീട് നിർമ്മിക്കാനോ വീടിന്റെ പ്ലാൻ 3D പെർമിറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടാണെങ്കിലും താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. പലപ്പോഴും നമ്മൾ വീട് നിർമ്മിക്കാനായിട്ട് വിളിക്കുന്ന ആളുകളാണെങ്കിലും ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മുടെ സ്ക്വയർ ഫീറ്റ് റേറ്റ് എത്രയാണെന്നുള്ളത്. അപ്പോൾ അവരോട് നമ്മൾ കൃത്യമായിട്ട് പറയാറുണ്ട്, നമ്മൾ അങ്ങനെ ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു റേറ്റിനൊന്നും അല്ല വർക്ക് എടുക്കുന്നത്. തുടക്ക കാലഘട്ടങ്ങളിൽ ഇതൊക്കെ വിശദീകരിച്ച് കൊടുക്കാറുണ്ടായിരുന്നു എന്തൊക്കെയാണ് അതിന്റെ കാരണം എന്നുള്ളത്. പക്ഷെ ഇപ്പോൾ ഡെയിലി ഒരു 5-10 കോൾസ് നമ്മുടെ ഓഫീസിലേക്ക് വരാറുണ്ട്. അപ്പോൾ എല്ലാവരോടും ഇതൊക്കെ ഇങ്ങനെ വിശദീകരിച്ച് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മുടെ വീഡിയോയിൽ തന്നെ എല്ലാ വീഡിയോയിലും നമ്മൾ ഒരു കൺസ്ട്രക്ഷൻ കോസ്റ്റ് പറയുന്ന വീഡിയോസ് എല്ലാ ആഴ്ചയും ചെയ്യാറുണ്ട്. അപ്പോൾ അതിലൊക്കെ വിശദമായിട്ട് പറയാറുണ്ട് നമ്മൾ എന്തുകൊണ്ട് ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു സ്ക്വയർ ഫീറ്റ് റേറ്റിന് വർക്ക് എടുക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ അത് കുറച്ചുകൂടി നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് രണ്ട് പ്ലാനുകളാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഒന്ന് 1060 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന ഒരു വീടിന്റെ പ്ലാൻ, അതോടൊപ്പം തന്നെ 1210 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന വീടിന്റെ പ്ലാനുമാണ് ഇതിൽ ഉള്ളത്. അപ്പൊ ഈ രണ്ട് വീടുകളുടെ നിർമ്മാണ ചെലവ് എത്ര വരുമെന്നുള്ളത് നോക്കാം. അതിനുശേഷമാണ് നമ്മൾ ഈ ഒരു സ്ക്വയർ ഫീറ്റ് റേറ്റിന്റെ കാര്യം പറയുന്നത്. പഴയ വീഡിയോ കണ്ട ആളുകൾക്ക് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു 1060 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന വീടിന്റെ ഫൗണ്ടേഷന്റെ കോസ്റ്റ് എത്ര വരും എന്നുള്ളത് ആദ്യം നോക്കാം. ഈ രണ്ട് പ്ലാനുകളും തമ്മിൽ ഒരു 150 സ്ക്വയർ ഫീറ്റ് ഏരിയയുടെ ഡിഫറൻസ് വരുന്നുണ്ട്. ഇപ്പൊ ആദ്യം നമ്മൾ നോക്കുന്നത് 1060 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന വീടിന്റെ ഫൗണ്ടേഷന്റെ കോസ്റ്റ് ആണ്. എർത്ത് വർക്ക് ഒരു 14,000 രൂപ. റബിൾ നമ്മളിതിൽ രണ്ട് വീടുകളിലും സ്പെസിഫിക്കേഷൻ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. റബിൾ ഫൗണ്ടേഷൻ തന്നെയാണ് രണ്ട് ഇതിലും നമ്മൾ എസ്റ്റിമേറ്റ് റേറ്റ് ഇട്ടിട്ടുള്ളത്. 1,48,000 രൂപ. അതിന് മുകളിൽ വരുന്ന ബെൽറ്റ് 84,000 രൂപ. പിന്നെ ആ ഒരു ഫൗണ്ടേഷനിൽ മണ്ണ് ഫില്ല് ചെയ്യുന്നത് 63,000. ഈ മണ്ണ് ഫില്ല് ചെയ്യുന്ന കേസ് ഞാൻ പല വീഡിയോസിലും ആദ്യകാലങ്ങളിൽ പറയാറുണ്ടായിരുന്നു. ആ ഒരു സൈറ്റിൽ നിന്ന് തന്നെ കിട്ടുകയാണെങ്കിൽ നമ്മൾ അത് യൂസ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവരികയാണ് ചെയ്യുക. അത് പല സ്ഥലങ്ങളിലും ഇതിന്റെ റേറ്റ് വ്യത്യസ്തമാണ്. ഇപ്പൊ നമ്മളുടെ നാട്ടിൽ തൃശ്ശൂർ, എറണാകുളം അത്യാവശ്യം നല്ല മണ്ണ് കിട്ടണമെങ്കിൽ ലോഡിന് ഒരു 4,500-5,000 രൂപയോളം നമ്മൾ ചെലവുണ്ട്. പക്ഷെ വടക്കൻ ജില്ലകളിൽ, മലബാർ ഏരിയകളിൽ കോസ്റ്റ് വളരെ കുറവാണ് എന്നുള്ളത് പല ആളുകളും പറഞ്ഞിട്ടുണ്ട്. ഇനി അതിന്റെ കോൺക്രീറ്റ് ഒരു 58,000 രൂപയോളം വരുന്നുണ്ട്. അപ്പോൾ ആകെ നമുക്ക് ഈ ഒരു 1060 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന വീടിന്റെ ഫൗണ്ടേഷന്റെ കോസ്റ്റ് 3,69,000 രൂപ വരുന്നുണ്ട്. ഇനി നമുക്ക് 1210 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന വീടിന്റെ ഫൗണ്ടേഷന്റെ കോസ്റ്റ്, എർത്ത് വർക്ക് 14,000 രൂപ തന്നെയാണ് വരുന്നത്. റബിൾ ഫൗണ്ടേഷൻ 1,39,000 രൂപ. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ കരിങ്കല്ലിന്റെ വർക്കിന് നിയർലി ഒരു 9,000 കുറവ് വന്നിട്ടുണ്ട്. ഏരിയ കൂടിയാലും കരിങ്കല്ലിന്റെ വർക്കിന് കോസ്റ്റ് കുറവാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇനി അതിന് മുകളിൽ വരുന്ന ബെൽറ്റ് 79,000 രൂപ. ബെൽറ്റിന്റെ കാര്യത്തിൽ റേറ്റ് കുറവാണ് ഇവിടെ വന്നിട്ടുള്ളത്. സ്ക്വയർ ഫീറ്റ് ഏരിയ കൂടിയെങ്കിലും ബെൽറ്റിന്റെ കോസ്റ്റ് കുറവാണ് വന്നിട്ടുള്ളത്. അടുത്തത് എർത്ത് ഫില്ലിങ് 70,000 രൂപയോളം വന്നിട്ടുള്ളത്. റേറ്റ് കൂടുതലായിട്ടുണ്ട്. PCC കോൺക്രീറ്റ് 67,000 രൂപ. അതിലും നമുക്ക് കോസ്റ്റ് കൂടുതലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങളിൽ ഏരിയ കൂടിയിട്ടും നിർമ്മാണ ചെലവിൽ കുറവാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ടോട്ടൽ നോക്കുകയാണെങ്കിൽ 3,70,000 രൂപയാണ് ഈ പറഞ്ഞ 1200 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന വീടിന്റെ ഫൗണ്ടേഷന്റെ കോസ്റ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് കോസ്റ്റും നമ്മൾ നോക്കുകയാണെങ്കിൽ കാര്യമായിട്ടുള്ള ഡിഫറൻസ് ഒന്നുമില്ല, സെയിം തന്നെയാണ്. പക്ഷേ ഒരു പ്ലാനിൽ നമുക്ക് 150 സ്ക്വയർ ഫീറ്റ് എക്സ്ട്രാ വന്നിട്ടും ഫൗണ്ടേഷനിൽ കാര്യമായിട്ടുള്ള വ്യത്യാസം ഒന്നും വന്നിട്ടില്ല. ഇനി നമുക്ക് അതിന്റെ ബ്രിക്ക് വർക്ക്, ലിൻഡിൽ, കോൺക്രീറ്റിംഗ് കാര്യങ്ങളൊക്കെ നോക്കാം. റൂഫ് സ്ലാബ് വരെയുള്ള. ആദ്യം നമ്മൾ നോക്കുന്നത് 1060 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന വീടിന്റെ ബ്രിക്ക് വർക്ക് 3,58,000 രൂപയാണ്. ലിൻഡൽ സൺഷെയ്ഡ് 1,26,000 രൂപ. റൂഫ് സ്ലാബ് 2,89,000 രൂപ. അങ്ങനെ 7,75,000 രൂപയാണ് ഇത്രയും കാര്യങ്ങൾക്ക് 1060 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന വീടിന്റെ കോസ്റ്റ് വരുന്നത്. ഇനി നമുക്ക് 1210 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന വീടിന്റെ കോസ്റ്റ് നോക്കാം. ബ്രിക്ക് വർക്ക് 3,37,000 രൂപ. ഇവിടെ നമുക്ക് ഏതാണ്ട് ഒരു 20,000 രൂപയോളം കോസ്റ്റ് ഡിഫറൻസ് കുറവ് വന്നിട്ടുണ്ട്. അതായത് ഏരിയ കൂടിയിട്ടും ബ്രിക്ക് വർക്കിൽ കോസ്റ്റ് കുറയുകയാണ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ലിൻഡൽ സൺഷെയ്ഡ് ഒക്കെ ആയിട്ട് 1,30,000 രൂപ. ഇവിടെ കുറച്ച് കൂടുതൽ വന്നിട്ടുണ്ട്. അടുത്തത് കോൺക്രീറ്റ്, റൂഫ് സ്ലാബ്, കോൺക്രീറ്റ്, പില്ലർ, ബീം എല്ലാം ഉൾപ്പെടെ ചെയ്യുന്നതാണ് ഇത് പറയുന്നത്. 3,30,000 രൂപ. ഇവിടെയും 40,000 അബവ് കോസ്റ്റ് ഡിഫറൻസ് വന്നിട്ടുണ്ട്. അത് ഏരിയ കൂടുന്നതുകൊണ്ട് തന്നെ റൂഫ് ഏരിയയും അതിനനുസരിച്ച് കൂടുമല്ലോ. 7,98,000 രൂപയാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ
ചെറിയൊരു കോസ്റ്റ് ഡിഫറൻസ് ഉണ്ട്. അതിപ്പോൾ 1200 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന വീടിന് കോസ്റ്റ് കുറച്ച് കൂടുതലാണ് വന്നിട്ടുള്ളത്. സ്വാഭാവികമായിട്ട് വരുന്നതാണ്, ഏരിയ കൂടുതലുള്ളത് കൊണ്ട് അവിടെ വന്നിട്ടുള്ളതാണ്. ഇനി അടുത്ത അതിൻ്റെ ഫിനിഷിംഗ് വർക്കുകളിലേക്ക് കിടക്കുകയാണെങ്കിൽ പ്ലാസ്റ്ററിങ് ഇത് പറഞ്ഞത് 1060 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന വീടിൻ്റെ പ്ലാസ്റ്ററിങ് 2,23,000 വരുന്നുണ്ട്. പെയിന്റിങ് 1,71,000, ടൈല് 1,76,000. ഇനി നമുക്ക് 1200 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന വീടിൻ്റെ കോസ്റ്റ് പ്ലാസ്റ്ററിങ് 2,25,000. അപ്പോൾ നമുക്ക് ആദ്യം പറഞ്ഞ വീടുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ കാര്യമായിട്ടുള്ള ഡിഫറൻസ് അവിടെ ഇല്ല. പെയിന്റിങ് 1,72,000, അവിടെയും ഡിഫറൻസ് വരുന്നില്ല. ടൈല് 1,95,000, ഇവിടെയാണ് ചെറിയൊരു ഡിഫറൻസ് വരുന്നത്. 1200 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന വീടിന് ടൈലിന് കുറച്ച് കോസ്റ്റ് കൂടിയിട്ടുണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ടോട്ടൽ കോസ്റ്റ് നോക്കാം. 1060 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന വീടിന് 21,96,000 രൂപയാണ് കൺസ്ട്രക്ഷൻ കോസ്റ്റ് വരുന്നത്. 1210 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന വീടിന് 22,69,000 രൂപയാണ് നിർമ്മാണ ചെലവ് വരുന്നത്. ഇനി നമുക്ക് സ്ക്വയർ ഫീറ്റ് റേറ്റിലേക്ക് കിടക്കാം. ഇവിടെ 1060 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന വീടിന് നമുക്ക് ടോട്ടൽ കോസ്റ്റ് അതിനെ ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് നമ്മളൊരു സ്ക്വയർ ഫീറ്റ് റേറ്റ് എന്ന് പറയുന്നത്. 2,067 രൂപയാണ് പെർ സ്ക്വയർ ഫീറ്റ് ഈ ഒരു വീട് നിർമ്മിക്കാനായിട്ട് ചെലവ് വരുന്നത്. ഇനി 1210 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്നത്. അപ്പോൾ പല ആൾക്കാരും നമ്മൾ ആദ്യമേ തന്നെ സ്ക്വയർ ഫീറ്റ് റേറ്റ് ചോദിക്കുമ്പോൾ ഈ 1060-ന് 2,067 റേറ്റ് എങ്കിൽ 1210 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന വീടിനും ഇതേ 2,067 രൂപ തന്നെ പെർ സ്ക്വയർ ഫീറ്റ് കൺസ്ട്രക്ഷൻ കോസ്റ്റ് വരേണ്ടതാണ്. പക്ഷേ ഇവിടെ വന്നിട്ടുള്ളത് 1210 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന ഈ വീടിന് 1,870 രൂപയാണ് കൺസ്ട്രക്ഷൻ കോസ്റ്റ് പെർ സ്ക്വയർ ഫീറ്റ് വരുന്നത്. 1,870 രൂപ പെർ സ്ക്വയർ ഫീറ്റ്. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ വലിയൊരു ഡിഫറൻസ് ആണ്. എനിക്ക് തോന്നുന്നു ഒരു 200 രൂപയോളം പെർ സ്ക്വയർ ഫീറ്റിൽ സ്ക്വയർ ഫീറ്റ് റേറ്റ് കുറവ് വന്നിട്ടുണ്ട്. ഏരിയ കൂടി, പക്ഷേ സ്ക്വയർ ഫീറ്റ് റേറ്റ് കുറയുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ ഞാൻ ഒരു 150 സ്ക്വയർ ഫീറ്റ് ഏരിയ ഡിഫറൻസ് ഉള്ള പ്ലാനുകളാണ്. അപ്പോൾ ഇതിൻ്റെ ഈ റേറ്റിൽ കാര്യമായിട്ടുള്ള വ്യത്യാസം വരാത്തതും അതുപോലെ തന്നെ സ്ക്വയർ ഫീറ്റ് റേറ്റ് കുറഞ്ഞതിൻ്റെ കാരണം എന്താണെന്നുള്ളത് നിങ്ങൾ വീഡിയോ കാണുന്ന ആളുകളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അതും കൂടി ഞാൻ വിശദീകരിച്ച വീഡിയോ വല്ലാതെ കിട്ടുന്നില്ല. അപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മൾ ഒരു പ്ലാൻ റെഡി ആവുന്നതിന് മുമ്പ് തന്നെ ഈ പ്ലാനിൽ എന്തൊക്കെയാണുള്ളത്, ഇപ്പോൾ ഒരു 1000 സ്ക്വയർ ഫീറ്റ് ആണ് അല്ലെങ്കിൽ 2000 സ്ക്വയർ ഫീറ്റ് ആണെന്ന് പറയുന്നത് അനുസരിച്ചിട്ട് നമുക്കൊരു റേറ്റ് ഫിക്സ് ചെയ്യാനായിട്ട് പറ്റില്ല. നമ്മളിപ്പോൾ ഇതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 150 സ്ക്വയർ ഫീറ്റിൻ്റെ ഡിഫറൻസ് ഉണ്ട്. പക്ഷെ എങ്കിലും ഇപ്പോൾ 1000 സ്ക്വയർ ഫീറ്റിൻ്റെ 2 പ്ലാനുകളാണെങ്കിൽ പോലും 2 വീടുകളാണെങ്കിൽ പോലും അതിന് നമുക്കൊരു ഫിക്സഡ് ആയിട്ടുള്ള റേറ്റ് ഒന്നും പറയാനായിട്ട് പറ്റില്ല. 2 ബെഡ്റൂം 2 ബാത്റൂം ഉള്ള 1000 സ്ക്വയർ ഫീറ്റ് വീടുകളുണ്ട്. ഇതുപോലെ തന്നെ 3 ബെഡ്റൂം വരുന്ന വീടുകളുണ്ടാവും. ഇപ്പോൾ 3 ബെഡ്റൂമും 1 ബാത്റൂമും വരുന്ന വീടുകളുണ്ടാവും. ഇതൊക്കെ മാറുന്നതിനനുസരിച്ച് അതിൻ്റെ കോസ്റ്റിലൊക്കെ നല്ല ഡിഫറൻസ് വരും. അപ്പോൾ ആ കാര്യം ഒന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.